കണ്ണൂർ കുറുവ സ്വദേശി അനീഷിന്റെ വീട്ടിൽ നിന്നും ഫെലിക്സ് ചേരുന്നുണ്ട്. ഫെലിക്സ്, അനീഷിന്റെ സംസ്കാര ചടങ്ങുകൾ എപ്പോഴത്തേക്കാണ് ഉണ്ടാവുക? അനീഷിൻ്റെ സംസ്കാര ചടങ്ങുകൾ 10 മണിയോടുകൂടി പയ്യാമ്പലം പൊതു ശ്മശാനത്തിലായിരിക്കും നടക്കുക. ഇപ്പോൾ ഏതായാലും ഈ കുറുവ, അതായത് അനീഷിൻ്റെ സ്വദേശമായ കുറുവയിലെ തൊട്ട് ആ റോഡിന് അരികിലുള്ള ബാങ്കിൻ്റെ മുൻപിൽ ആ മൃതദേഹം ഇപ്പോൾ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ 2 മണിക്കൂർ നേരം പൊതുദർശനത്തിന് വയ്ക്കും. പിന്നീടാകും ഇവിടെ നിന്നും ഏതാണ്ട് 1 കിലോമീറ്റർ ഉള്ളിലാണ് വീടുള്ളത്. ആ വീട്ടിലേക്ക് കൊണ്ടുപോകുക. അതിനുശേഷം 10 മണിയോടുകൂടി പയ്യാമ്പലത്തെ സംസ്കരിക്കാനുള്ള തീരുമാനമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അനീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം 1 മാസം മുമ്പാണ് ജീവനെത്തി തിരികെ പോയത്. അതായത് മെയ് 16-ന് ഈ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച്, ഏതാണ്ട് 20 വർഷമായി കുവൈറ്റിലായിരുന്നു. അങ്ങനെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് മടങ്ങി വരാനൊരു തീരുമാനത്തിലേക്കാണ് ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് ഒന്നുകൂടി തിരികെ പോകാം എന്ന് തീരുമാനിച്ചാണ് കഴിഞ്ഞ മാസം വീണ്ടും കുവൈറ്റിലേക്ക് മടങ്ങുന്നത്. അങ്ങനെ മടങ്ങി ആണ് ഇപ്പോൾ ഇത്തരം 1 മാസത്തിനുള്ളിൽ വീണ്ടും ഇങ്ങനെയൊരു സംഭവം ഈ കുടുംബത്തെ തേടി എത്തുന്നതാണ്. അതായത് പ്രവാസ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതാണ്, പക്ഷേ ഒരിക്കൽ കൂടി തിരികെ പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ പോകുന്നു. ഇങ്ങനെയൊരു ദുരന്തം സംഭവിക്കുന്നു. തീർച്ചയായിട്ടും ആ കുടുംബത്തിന് അത് താങ്ങാനാവുന്നതിലും അപ്പുറമാണ്. 2 വിദ്യാർത്ഥികളുണ്ട്, ഒപ്പം ഭാര്യ അടക്കം ഇപ്പോൾ വീടുകളിലുണ്ട്. ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതീവ ദുഃഖകരം തന്നെയാണ്. കാരണം കണ്ണൂർ ജില്ലയിൽ 3 പേർക്കാണ് ഈ കുവൈറ്റിലെ ഈ ദുരന്തത്തിൽ ജീവൻ നഷ്ടമായത്. ഇന്നലെ 2 പേരുടെ സംസ്കാരം പൂർത്തിയാക്കിയിരുന്നു. ഇന്നിപ്പോൾ അനീഷിൻ്റെ സംസ്കാര ചടങ്ങുകൾ ഏതാണ്ട് 10 മണിയോടുകൂടി പയ്യാമ്പലം പൊതുശ്മശാനത്തിൽ നടത്താനാണ് ഇപ്പോഴത്തെ തീരുമാനം. ഏതായാലും ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം, നാടിനെ സംബന്ധിച്ചിടത്തോളം തീരാ ദുഃഖമാണ്. ഈ കുടുംബത്തിന് മാത്രമല്ല, നാട്ടിലടക്കം എല്ലാ കാര്യങ്ങളും സജീവമായി ഇടപെടുകയും ഒപ്പം തന്നെ പൊതു കാര്യങ്ങളിലടക്കം തൻ്റെ സാന്നിധ്യം പലപ്പോഴും ഉണ്ടാകുകയും ചെയ്തൊരു വ്യക്തി കൂടിയാണ് അനീഷ് കുമാർ. അങ്ങനെ ഒരാൾക്കാണ് ഇപ്പോൾ ജീവൻ നഷ്ടമായത്. ഏതായാലും ഈ കുടുംബത്തിനും നാടിനും ഒക്കെ തന്നെ, നാട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ തന്നെ തീരാ നോവായി മാറുകയാണ് അനീഷിൻ്റെ വിയോഗം എന്നത്. ഏതായാലും സാംസ്കാരിക, സാമൂഹ്യ, രാഷ്ട്രീയ രംഗത്തെ ആളുകളൊക്കെ തന്നെ ഇവിടെ അനീഷ് കുമാറിന് ഈ പൊതുദർശനം വെച്ചിരിക്കുന്ന ഇവിടെ എത്തി അന്തിമോപചാരം അർപ്പിക്കുകയാണ്. ഏതായാലും അല്പസമയത്തിനകം വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. അവിടെയായിരിക്കും അതിനുശേഷമായിരിക്കും പയ്യാമ്പലത്തെത്തിച്ച് സംസ്കാര ചടങ്ങുകൾ നടത്തുക. ശരി ഫെലിക്സ്.